children. Now I am going to explain the topics types of salt. What is salt? Acid reacts with the base to form salt and water. നിങ്ങൾക്കറിയാമല്ലോ. ഇനി നമുക്ക് നോക്കാം ഈ സോൾട്ടിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എന്തിന്റെ ബേസിസിലാണ് ഈ ഡിവിഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. Types of salts. According to neutralization reaction, acid reacts with the base to form salt. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അനുസരിച്ച് ഒരു ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്, സോൾട്ട് ആയിട്ട് മാറുന്നത്. Salts can be divided into three types on the basis of their nature. First one, acidic salt. Second one, basic salt. And third one, neutral salt. അപ്പോൾ ഈ സോൾട്സിനെ അതിൻ്റെ നേച്ചർ അനുസരിച്ച് ഡിവൈഡഡ് ഇൻറ്റു ത്രീ ടൈപ്സ്: അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ. ഫസ്റ്റ് വൺ, അസിഡിക് സോൾട്ട്. എങ്ങനെയുള്ള സോൾട്ട് ആണ് അസിഡിക് സോൾട്ട് എന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, ഒരു ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, സോൾട്ട് കിട്ടുന്നത്. അസിഡിക് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഏത് നേച്ചർ ആയിരിക്കും അവിടെ കൂടി നിൽക്കുന്നത്? അസിഡിക് നേച്ചർ ആയിരിക്കുമല്ലോ അസിഡിക് സോൾട്ട്. ആ പേരിൽ തന്നെ ഉണ്ട്, അസിഡിക് നേച്ചർ കൂടുതലായിരിക്കും. ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സോൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ സോൾട്ടിന് അസിഡിക് നേച്ചർ ആകണം എന്നുണ്ടെങ്കിൽ ഏതിന്റെ സ്ട്രെങ്ത് ആയിരിക്കും കൂടുതലായിട്ട് വേണ്ടിയത്? ആസിഡിന്റെ സ്ട്രെങ്ത് കൂടി നിൽക്കണം, ബേസിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു നിൽക്കണം. അപ്പോൾ അസിഡിക് സോൾട്ട് ഫോം ചെയ്യുന്നത് ഒരു സ്ട്രോങ് ആസിഡ് വീക്ക് ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സോൾട്ട് എന്തായിരിക്കും? അസിഡിക് സോൾട്ട്. സ്ട്രോങ് ആസിഡ് റിയാക്ട്സ് വിത്ത് വീക്ക് ബേസ് to form acidic salt. Then basic salt. Basic salt means basic nature ആയിരിക്കും അവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. ബേസിക് നേച്ചർ കൂടുതലായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ബേസിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ആസിഡിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കണം. സോ എ വീക്ക് ആസിഡ് reacts with a strong base to form basic salt. ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും കൂടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന സോൾട്ട് എന്തായിരിക്കും? ബേസിക് സോൾട്ട്. ദെൻ ന്യൂട്രൽ. ന്യൂട്രൽ മീൻസ് അസിഡിക് സ്ട്രെങ്തും ഇല്ല, ബേസിക് സ്ട്രെങ്തും ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആയിട്ടുള്ളതായിരിക്കുമല്ലോ റിയാക്ട് ചെയ്യേണ്ടത്. ഒന്നീ രണ്ടും എന്തായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ ആസിഡും ബേസും വീക്ക് ആയിരിക്കണം. അപ്പൊ ന്യൂട്രൽ സോൾട്ട് ഫോം ചെയ്യണമെങ്കിൽ ഏതർ സ്ട്രോങ് ആസിഡ് റിയാക്ട്സ് വിത്ത് സ്ട്രോങ് ബേസ് ഓർ എ വീക്ക് ആസിഡ് reacts with a weak base to form neutral salt. അപ്പോൾ types of salt. Salts can be divided into three types: acidic salt, basic salt and neutral salt. Acidic salt means a strong acid reacts with a weak base. Then basic salt. Basic salt means acidic strength കുറവാണ്, so a weak acid reacts with a strong base. Neutral,
ഒന്നുകിൽ സ്ട്രോങ് ആസിഡ് റിയാക്ട്സ് വിത്ത് സ്ട്രോങ് ബേസ് ഓർ എ വീക്ക് ആസിഡ് റിയാക്ട്സ് വിത്ത് എ വീക്ക് ബേസ്. Then സ്ട്രോങ് ആസിഡ്, വീക്ക് ആസിഡ്, അതുപോലെ സ്ട്രോങ് ബേസ്, വീക്ക് ബേസ്, ഇത് ഏതൊക്കെയാണെന്ന് അറിയണമല്ലോ. എക്സാമ്പിൾസ് ഓഫ് സ്ട്രോങ് ആസിഡ്സ്: hydrochloric acid, HCl, HNO3 and H2SO4. നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ സ്ട്രോങ് ആസിഡ്സിന് എക്സാമ്പിൾ ആണ് HCl, HNO3, H2SO4. ഇത് മൂന്നും അല്ലാതെ വേറെ എന്ത് വന്നു കഴിഞ്ഞാലും അത് വീക്ക് ആസിഡ് ആയിരിക്കും. Then strong bases. Examples: sodium hydroxide, potassium hydroxide and calcium hydroxide. അപ്പോൾ സ്ട്രോങ് ആസിഡ്സ് ഒരു സോൾട്ട് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് സോൾട്ട് ആണെന്ന് എഴുതാനാണ് എക്സാമിന് വരുന്നത്. അപ്പൊ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും അതുപോലെ വീക്ക് ആസിഡും വീക്ക് ബേസും ഏതൊക്കെയാണെന്ന് അറിഞ്ഞെങ്കിലേ നമുക്ക് എഴുതാൻ പറ്റൂ. എക്സാമ്പിൾസ് ഓഫ് സ്ട്രോങ് ആസിഡ്: ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. Then strong bases: sodium hydroxide, potassium hydroxide, calcium hydroxide. ഇതല്ലാതെ വരുന്നത് എന്ത് വന്നു കഴിഞ്ഞാലും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഒഴികെ വേറെ എന്ത് ആസിഡ് വന്നു കഴിഞ്ഞാലും അത് വീക്ക് ആസിഡ് ആയിരിക്കും. അതേപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇതൊഴികെ വരുന്നത് എന്തും വീക്ക് ബേസ് ആയിരിക്കും. ഓക്കെ. കാൽഷ്യം ക്ലോറൈഡ്, വാട്ട് ഈസ് ഇറ്റ്സ് നേച്ചർ? ഈ കാൽഷ്യം ക്ലോറൈഡിന്റെ നേച്ചർ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കാൽഷ്യം ക്ലോറൈഡ് ഫോം ചെയ്തിട്ടുള്ള ആസിഡും ബേസും ഏതാണെന്ന് നമുക്ക് ആദ്യമേ അറിയണമല്ലോ. ക്ലോറൈഡ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ഫോം ചെയ്യുന്ന സോൾട്ട് ആണ് ക്ലോറൈഡ്സ്. സോൾട്ട്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്: സൾഫ്യൂരിക് ആസിഡ്, സൾഫേറ്റ്സ്. Salts of HNO3, nitric acid, nitrates. Then carbonic acid. Carbonates. Acetic acid. Formula CH3COOH. Salts of acetic acid: acetates. Phosphoric acid: phosphates. ആസിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്ലോറൈഡ്, സോൾട്ട് ക്ലോറൈഡ് ആണ് എങ്കിൽ അത് ഫോം ചെയ്തിട്ടുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സൾഫേറ്റ് ആണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, നൈട്രേറ്റ്സ് വന്നാൽ നൈട്രിക് ആസിഡ്, കാർബണേറ്റ്സ് കാർബോണിക് ആസിഡ്, ദെൻ അസറ്റേറ്റ്സ് അസറ്റിക് ആസിഡ്, ഫോസ്ഫേറ്റ്സ് വന്നാൽ ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സോൾട്ട് കാൽഷ്യം ക്ലോറൈഡ് ആണ്. ക്ലോറൈഡ് വന്നിട്ടുള്ളത് കൊണ്ട് ആസിഡ് എന്തായിരിക്കും? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ കാൽഷ്യം ക്ലോറൈഡ് ഫോം ചെയ്തിട്ടുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി ബേസ് കണ്ടുപിടിക്കണമല്ലോ നമ്മള്. ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ തന്നിട്ടുള്ള സോൾട്ടിന്റെ ഫസ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു മെറ്റലിലായിരിക്കും. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് കാൽഷ്യം ക്ലോറൈഡ്. കാൽഷ്യം ഒരു മെറ്റൽ ആണല്ലോ. വേറെ എക്സാമ്പിൾ പറഞ്ഞാല് സോഡിയം സൾഫേറ്റ്. അപ്പം ഇവിടുത്തെ മെറ്റൽ ഏതാണ്? സോഡിയം. ദെൻ പൊട്ടാഷ്യം നൈട്രേറ്റ്,
ഇത് തുടങ്ങുന്ന മെറ്റൽ ഏതാണ്? പൊട്ടാഷ്യം. അപ്പം ബേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള സോൾട്ട് തുടങ്ങുന്നത് ഒരു മെറ്റലിലായിരിക്കും. ആ മെറ്റലിന്റെ കൂടെ ഹൈഡ്രോക്സൈഡും കൂടെ ചേർക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് പ്രൊഡ്യൂസ് ഹൈഡ്രോക്സൈഡ് അയോൺ. ബേസ് എല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഹൈഡ്രോക്സൈഡിലായിരിക്കും. അപ്പൊ തുടങ്ങുന്ന മെറ്റലിന്റെ കൂടെ എന്തുകൂടെ ചേർക്കുക? ഹൈഡ്രോക്സൈഡ്. ഇവിടെ കാൽഷ്യമാണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ കാൽഷ്യത്തിന്റെ കൂടെ എന്തുകൂടെ ചേർക്കുക? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ഫോർമുല. അപ്പൊ നമുക്ക് ആസിഡും കിട്ടി, ബേസും കിട്ടി. ആസിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ക്ലോറൈഡിൽ അവസാനിക്കുന്നതെങ്കിൽ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി മെറ്റല് തുടങ്ങുന്നത് ഒരു മെറ്റലിലായിരിക്കും. അതിൻ്റെ കൂടെ ഹൈഡ്രോക്സൈഡും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബേസ്. അപ്പൊ ആസിഡുമായി ബേസുമായല്ലോ. ഇനി നമ്മൾ ഇത് സ്ട്രോങ് ആണോ വീക്ക് ആണോ നോക്കണം. ഇവിടുത്തെ ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണല്ലോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് എ സ്ട്രോങ് ആസിഡ്. അപ്പൊ ആസിഡ് സ്ട്രോങ് ആണ്. Then base. Base calcium hydroxide. It is also a strong base. അപ്പോൾ ആസിഡും സ്ട്രോങ് ആണ്, ബേസും സ്ട്രോങ് ആണ്. എങ്കിൽ ഇതിന്റെ നേച്ചർ എന്തായിരിക്കും? രണ്ടിനും ഈക്വൽ സ്ട്രെങ്ത് ആണ്. സോ ദ നേച്ചർ ഓഫ് സോൾട്ട് ഈസ് ന്യൂട്രൽ. Then another example, ammonium sulfate. Ammonium sulfate. സൾഫേറ്റിലാണ് ചെന്ന് നിൽക്കുന്നത്. സോ ആസിഡ് സൾഫേറ്റ് ആയതുകൊണ്ട് ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. Then base. ഇവിടെ അമോണിയത്തിലാണ് തുടങ്ങുന്നത് അമോണിയമാണ്. അതിന്റെ കൂടെ എന്തുകൂടെ ചേർക്കുക? ഹൈഡ്രോക്സൈഡ്. അമോണിയം ഹൈഡ്രോക്സൈഡ്. നേച്ചർ നോക്കുക. ആസിഡ് സ്ട്രോങ് ആണോ വീക്ക് ആണോ നോക്കുക. സൾഫ്യൂരിക് ആസിഡ്, ഇറ്റ് ഈസ് എ സ്ട്രോങ് ആസിഡ്. Then base, ammonium hydroxide. Ammonium hydroxide is a weak base. അപ്പോൾ ഇവിടെ ആസിഡും ബേസും എങ്ങനെയായിരുന്നു? സ്ട്രോങ് ആസിഡ് റിയാക്ട്സ് വിത്ത് വീക്ക് ബേസ് ആണ്. സോ നേച്ചർ ഓഫ് ദ സോൾട്ട്, ആസിഡ് സ്ട്രെങ്ത് കൂടുതലും ബേസിക് സ്ട്രെങ്ത് കുറവാണ്. സോ ഇറ്റ് ഈസ് an acidic salt. Next, copper sulfate. സൾഫേറ്റിലാണ് ചെന്ന് നിൽക്കുന്നത്. സോ സൾഫേറ്റ് ആയതുകൊണ്ട് ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. Then base. തുടങ്ങുന്നത് കോപ്പറിലാണ്. അതിൻ്റെ കൂടെ ഹൈഡ്രോക്സൈഡൂടെ ചേർക്കുകയാണ്. കോപ്പർ ഹൈഡ്രോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡ് ഈസ് എ സ്ട്രോങ് ആസിഡ്. Then copper hydroxide, it is a weak base. So strong acid reacts with the weak base ആണ് ഇവിടെ വരുന്നത്. അതായത് അസിഡിക് സ്ട്രെങ്ത് കൂടുതലും ബേസിക് സ്ട്രെങ്ത് കുറവാണ്. സോ ദ നേച്ചർ ഓഫ് സോൾട്ട് ഈസ് അസിഡിക്. Then another example, calcium nitrate. CaNO3 choice. ഇവിടുത്തെ ആസിഡ് ഏതായിരിക്കും?
നൈട്രേറ്റിലാണ് ചെന്ന് നിൽക്കുന്നത്. സോ നൈട്രേറ്റ് ആയതുകൊണ്ട് കാൽഷ്യം നൈട്രേറ്റ് ആയതുകൊണ്ട് ആസിഡ് നൈട്രിക് ആസിഡ്, സോൾട്സ് ഓഫ് നൈട്രിക് ആസിഡ് ആണ് നൈട്രേറ്റ്. ദെൻ ബേസ്, കാൽഷ്യത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ ഹൈഡ്രോക്സൈഡ് കൂടെ ചേർക്കുക, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ദെൻ നമ്മൾ നോക്കുന്നത് സ്ട്രോങ് ആണോ വീക്ക് ആണോ നോക്കണമല്ലോ. നൈട്രിക് ആസിഡ്, ഇറ്റ് ഈസ് എ സ്ട്രോങ് ആസിഡ്. Then calcium hydroxide, it is also a strong base. ഇവിടെ റിയാക്ഷൻ വരുന്നത് സ്ട്രോങ് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ്, രണ്ടിനും ഈക്വൽ സ്ട്രെങ്ത് ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് എ ന്യൂട്രൽ സോൾട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ എക്സാമിന് ചിലപ്പം ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, കാൽഷ്യം നൈട്രേറ്റ് ഈസ് എ ന്യൂട്രൽ സോൾട്ട്, ജസ്റ്റിഫൈ യുവർ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ആദ്യമേ കാൽഷ്യം നൈട്രേറ്റിനകത്തുള്ള ആസിഡ് കണ്ടുപിടിക്കുക, ബേസ് കണ്ടുപിടിക്കുക, പിന്നെ അതിന്റെ സ്ട്രെങ്ത് നോക്കുക, സ്ട്രോങ് ആണോ വീക്ക് ആണോ. രണ്ടും ഒരേ സ്ട്രെങ്ത് ആണെങ്കിൽ അത് എന്തായിരിക്കും, ന്യൂട്രൽ. ആസിഡിന്റെ സ്ട്രെങ്ത് കൂടുതലും ബേസിന്റെ സ്ട്രെങ്ത് കുറവും, ദാറ്റ് മീൻസ് സ്ട്രോങ് ആസിഡ് പ്ലസ് വീക്ക് ബേസ് ആണ് എങ്കിൽ അസിഡിക് സോൾട്ട്. ദെൻ വീക്ക് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ്, ആസിഡ് വീക്കും ബേസ് സ്ട്രോങ്ങും ആണ് എങ്കിൽ ഇറ്റ് ഈസ് എ ബേസിക് സോൾട്ട്. ക്ലിയർ?